ഷേപ്സ് ഓഫ് എസ് ഓർബിറ്റൽസ്. ഇവിടെ ഫിഗർ നോക്കുക. ഇത് 1s 2s 3s. ഇത് ആക്സിസിലൂടെ കിടക്കുന്ന കാണാം അല്ലേ? ആക്സിസിലൂടെ അല്ല, സോറി, ഇത് സ്ഫെറിക്കലി സിമെട്രിക്കലാണ്. ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് അസ്യൂം ചെയ്യാം. സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഫസ്റ്റ് 1s ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ പുറത്ത് കെ ഷെല്ലിൽ എസ് ഓർബിറ്റൽ. അതെങ്ങനെ കിടക്കുന്നത്? ഒരു മേഘം കിടക്കുന്നത് പോലെ സ്ഫിയറായിട്ട് ന്യൂക്ലിയസിന് ചുറ്റും കിടക്കുകയാണ്. അത് കഴിഞ്ഞു 2s ആയപ്പോഴേക്ക് എന്താണ്? എൽ ഷെല്ല്. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ പഠിക്കാനില്ല, എങ്കിലും ഞാൻ ഒരു പറയുന്ന കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ബോർ പറഞ്ഞിട്ടുള്ള കെ ഷെല്ലുണ്ടല്ലോ, അവിടെ തന്നെയാണ് ഇലക്ട്രോണുകളെ കണ്ടെത്താൻ ന്യൂക്ലിയസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത. ആ ദൂരത്തിൽ തന്നെ വലിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ട്രോണുകളെ കണ്ടെത്താനുള്ള ദൂരം സാധ്യത കൂടുതലുള്ളത് എൽ ഷെല്ലിൻ്റെ പൊസിഷനിലാണ്. പിന്നെ എം ഷെല്ലിൻ്റെ പൊസിഷനിൽ, എൻ ഷെല്ലിൻ്റെ പൊസിഷനിൽ, അങ്ങനെ തന്നെ. ബോർ പറഞ്ഞ അതേ ഡിസ്റ്റൻസിലാണ്. ബോർ പറഞ്ഞത് എന്തായിരുന്നു? അവിടെ ഒരു പർട്ടിക്കുലർ പാത്താണെന്ന്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വെക്കുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ പാത്തല്ല, ആ ഏരിയയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന വേവ് മോഷനും കൂടി ഉള്ളത് കൊണ്ട് ഒരു സാധ്യത മാത്രമാണ് കാണുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത് ന്യൂക്ലിയസ് സെൻറ്ററിൽ ഈ ഒറിജിൻ, ഈ 3 ആക്സിസും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒറിജിനിൽ ന്യൂക്ലിയസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ന്യൂക്ലിയസിനെ മുഴുവനും കവർ ചെയ്തുകൊണ്ട് ഒന്നാമത്തെ എസ് ഓർബിറ്റൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് എൽ ഷെല്ലിൻ്റെ പൊസിഷനിലാണ്. അവിടെയും ഒരു മേഘപടലം ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഓർബിറ്റൽ എന്ന് പറയുന്നത് അതിലും ദൂരത്തിൽ, എൽ ഷെല്ലിൻ്റെ ദൂരത്തിൽ ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് 3 എസ് ഓർബിറ്റലുകൾ. ഇതിനെ നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? നമ്മൾ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഇലക്ട്രോണിൻ്റെ ചെറിയൊരു സാന്നിധ്യം നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങി ആ സാന്നിധ്യം കൂടിക്കൂടി വന്ന് ഒരു മാക്സിമത്തിലെത്തി. അതാണ് കെ ഷെല്ല്. ആ കെ ഷെല്ലിൽ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് വരിക. അപ്പോൾ ആ മാക്സിമത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വന്നിട്ട് പിന്നെന്ത് ചെയ്തു? പിന്നെ നമ്മൾ വീണ്ടും മൂവ് ചെയ്തു മുന്നോട്ട്. അപ്പോഴേക്ക് ഇലക്ട്രോൺ തീരെ ഇല്ലാത്തൊരു ഏരിയ എത്തി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ കുറച്ച് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം കണ്ടു. അവിടെയും ഒരു മാക്സിമത്തിലെത്തി. അത് ഏകദേശം എൽ ഷെല്ലിൻ്റെ ആ ദൂരത്തിലായിരുന്നു. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി ആ മാക്സിമം കഴിഞ്ഞ് പിന്നെയും കുറഞ്ഞു വന്നു സാന്നിധ്യം. പിന്നെയും നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് എം ഷെല്ലിൻ്റെ പൊസിഷനിലെത്തിയപ്പോഴേക്കും അതൊരു മാക്സിമത്തിലെത്തി. പിന്നീടും അതിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വന്നു. ഇങ്ങനെയാണ് നമ്മൾ 3 എസ് ഓർബിറ്റലുകൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ എസ് ഓർബിറ്റൽ ആദ്യത്തെ സാന്നിധ്യം, രണ്ടാമത്തെ എസ് ഓർബിറ്റൽ വീണ്ടും നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്തപ്പോൾ കണ്ട സാന്നിധ്യം, മൂന്നാമത്തെ എസ് ഓർബിറ്റൽ മൂന്നാമത് ഒന്നും കൂടി പുറത്തേക്ക് വന്നപ്പോൾ കണ്ട സാന്നിധ്യം. കെ ഷെല്ലിൻ്റെയും എൽ ഷെല്ലിൻ്റെയും എം ഷെല്ലിൻ്റെയും പൊസിഷനിൽ. ബോർ പറഞ്ഞ പോലെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ പോയി പിടിക്കാൻ പറ്റുമായിരുന്നു ഇലക്ട്രോണിനെ. പക്ഷേ ഉണ്ടോ? സാന്നിധ്യം കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. അതുകൊണ്ട് പ്രൊബബിലിറ്റിയാണ്, സാധ്യതയാണ്, ഓർബിറ്റലാണ്. ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യത കൂടുതലുള്ള മേഖല, അതാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1s ചെറുതായിട്ടും 2s അതിലും വലുതായി 3s അതിലും വലുതാക്കി വരയ്ക്കാൻ കാരണം. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ ആദ്യം ഒരു മാക്സിമത്തിലെത്തി, പിന്നീട് ഇലക്ട്രോണിന് തീരെ ഇല്ലാത്തൊരു മേഖലയിലെത്തി, വീണ്ടും സാന്നിധ്യം തുടങ്ങി 2sൻ്റെ. അവിടുന്നും ഒരു മാക്സിമത്തിലെത്തി, പിന്നെയും ഇലക്ട്രോൺ ഇല്ലാത്ത മേഖലയിലെത്തി, വീണ്ടും 3sൻ്റെ സാന്നിധ്യം തുടങ്ങി, അതൊരു മാക്സിമത്തിലെത്തി അല്ലേ? അപ്പോൾ 1sൻ്റെയും 2sൻ്റെയും ഇടക്ക് ഇലക്ട്രോൺ ഇല്ലാത്തൊരു മേഖലയുണ്ടായിരുന്നു. അവിടെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് 0 ഇൻ ബിറ്റ്വീൻ 2 ഓർബിറ്റൽസ്. 2 ഓർബിറ്റലിൻ്റെ ഇടക്ക് ഇലക്ട്രോണുകൾ ഒട്ടുമില്ലാത്ത ആ മേഖലയെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന 1s ആണ്. ആ റെഡ് കളറിൽ കൊടുത്തത് ന്യൂക്ലിയസ് ആണ്.
അതിന് ചുറ്റും ഒരു ഗ്രീൻ കണ്ടോ, ഇലക്ട്രോണുകളെ കണ്ടെത്താനുള്ള പോസിബിലിറ്റി കൂടുതലുള്ള മേഖല. ഇനി രണ്ടാമത്തെ നോക്കുക, ആ റെഡ് ന്യൂക്ലിയസ് ആണ്. ആ ഗ്രീൻ മാക്സിമത്തിലെത്തിയത് 2s ഓർബിറ്റൽ 1s ഓർബിറ്റൽ 2s ഓർബിറ്റലിൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ഈ 1sൻ്റെ പോലെ ഇവിടെ ചെറിയൊരു ഗ്രീൻ ഉണ്ട്, അതാണ് 1s ഓർബിറ്റലിൻ്റെ സാന്നിധ്യം. ഇവിടെ വൈറ്റ് കളറിൽ കിടന്ന നോഡാണ്, അവിടെ ഇലക്ട്രോണുകൾ ഒട്ടും കാണാൻ സാധ്യമല്ല. 3s ആകുമ്പോഴേക്കും ഉണ്ടോ 3 ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ ഒരു വലയം, അത് കഴിഞ്ഞ ഒരു ഗ്രീൻ കളറിൽ, പിന്നെ അതൊരു വൈറ്റ്, പിന്നെയും ഗ്രീന്. 3s ആണത് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം ഒട്ടുമില്ലാത്ത മേഖലയെ നമ്മൾ നോഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് 1s 2s 3s. നെക്സ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 1s ഓർബിറ്റൽ. നോക്കുക, ഈ 1sൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. നമ്മൾ ന്യൂക്ലിയസിൽ നിന്ന് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യത കൂടുതൽ. ഇതിനെ സൈ സ്ക്വയർ എന്ന് പറയും, വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. ആ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ, ഇതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഇതിനെ y ആക്സിസിലും ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6 x ആക്സിസിലും വെച്ചിട്ട്